ഒറ്റയ്ക്ക് ഇപ്പം ജെയ്ഡൻ വരുന്നതിന് മുന്നേ നമ്മൾ സിംഗിളായിട്ട് നമ്മൾ മാത്രം താമസിച്ചിട്ടുണ്ടപ്പോൾ ഉള്ള ചിലവും അതുപോലെ തന്നെ നമുക്കിപ്പോൾ കുഞ്ഞൊക്കെ ആയി വന്നിട്ട് ഇപ്പോഴത്തെ ചിലവും തമ്മിൽ അച്ഛനൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രം ഉള്ളെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു മാസം ഒരു 50 KD 40-50 KDക്കകത്ത് എല്ലാം കൂടെ ഗ്രോസറീസ്, ഫിഷ്, ചിക്കന്, അത് ഓരോന്നിനും ഓരോ പൈസ. ഇപ്പോൾ റെൻറ്റ് നമ്മളെ റെൻറ്റ് നാട്ടിൽ 50,000 രൂപയുണ്ട്, ഒരു മാസം റെൻറ്റ് കൊടുക്കുക. അങ്ങനെ അതായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനാണെങ്കിൽ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുവൈറ്റിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉള്ള ഒരു ഫാമിലിയെ കൊണ്ടുവന്ന് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ചിന്തയാണ്. ഇവിടെ എത്ര എക്സ്പെൻസ് ആവും, അവർക്ക് എത്ര രൂപ ചിലവാകും, ഒരുപാട് രൂപ ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ ചിലവാകുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ട്. അവരുടെ കോസ്റ്റ് ഓഫ് ലിവിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്കായിട്ട് ബാച്ചിലറായിട്ട് വരുന്നവർക്കൊരു ചിന്തയുണ്ട്, അവർക്ക് ഒരുപാട് പൈസ ചിലവാകുമോ പുറത്ത് റൂം എടുത്ത് താമസിക്കുമ്പോൾ ഫുഡിന്, അങ്ങനെയൊക്കെ. ചിലപ്പം ചില കമ്പനിക്കാരൊന്നും അക്കോമഡേഷൻ കൊടുത്തെന്ന് വരത്തില്ല, അപ്പോൾ അവർ പുറത്ത് താമസിക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവരുടെ എക്സ്പെൻസിനെ കുറിച്ച്, കോസ്റ്റ് ഓഫ് ലിവിങ് എത്രയാണെന്ന് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞങ്ങളുടെ റിലേറ്റീവ് തന്നെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ നോക്കുമ്പോഴും അവരോടൊക്കെ ചോദിക്കുമ്പോഴും ഒക്കെ ഇതേപോലെയൊക്കെ തന്നെയാണ് ഏകദേശം. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് നമ്മുടെ റെൻറ്റിന് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ റൂം റെൻ്റാണ് ഏറ്റവും കൂടുതൽ ചിലവെന്ന് പറയുന്നത്. കാരണം അതൊക്കെ നമ്മുടെ ഏരിയകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം മെഹബുള്ളയിൽ ഒരു റെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കത്തില്ല ഫർവാനിയിൽ. ചിലപ്പോൾ മെഹബുള്ളയിൽ ഒരു 1 BHK റൂമിന് 160 ആണെന്നുണ്ടെങ്കിൽ ഫർവാനിയിൽ അത് വരുമ്പോഴത്തേക്കും 190, 185 അങ്ങനെയൊക്കെ ആവും. അപ്പം നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഇവിടുത്തെ റൂമുകൾ അവൈലബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റുഡിയോ ഫ്ലാറ്റിൽ കിട്ടും, അതുപോലെ തന്നെ 1 BHK, 2 BHK ഒക്കെ കിട്ടും. അപ്പം സ്റ്റുഡിയോ ഫ്ലാറ്റിന് ഏകദേശം റെൻറ്റ് വരുന്നത് 90 to 135 വരെയാണ്. അപ്പം അതൊക്കെ നമ്മുടെ ഏരിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റൂം, ബാത്റൂം, കിച്ചന് ഇത്രയും മാത്രമേ കാണത്തുള്ളൂ. അല്ലാതെ ഒത്തിരി സ്പേസ്, ഹോളോ ഒന്നും കാണത്തില്ല. അപ്പം നമ്മൾ സിംഗിളായിട്ട് ഒരു ഫാമിലി എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രം താമസിക്കും, നമുക്ക് സ്റ്റുഡിയോ ഫ്ലാറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചൊക്കെ പൈസ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നീടുള്ള റൂം എന്ന് പറഞ്ഞാൽ 1 BHK ആണ്. 1 BHK എന്ന് വെച്ചാൽ ഒരു റൂം കാണും, ചെറിയൊരു ഹോള് കാണും, അതുപോലെ തന്നെ ഒരു കിച്ചന്, ബാത്റൂമും കാണും. അതിന് ഏകദേശം ഒരു 160 ഒക്കെ വരും. 160, 150, 155 അങ്ങനെയാണ് റെൻറ്റ് വരുന്നത്. അതും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ലൊക്കേഷനാണ്. ലൊക്കേഷൻ ഡിപ്പെൻഡ് ചെയ്താണ് ഇതൊക്കെ വരുന്നത്. പിന്നീട് നമുക്ക് വരുന്നത് 2 BHK റൂമുകളാണ്. അതിനൊക്കെ വരുന്നത് 185, 180, 200, 250 ഒക്കെ ആയിരിക്കും റൂമുകൾക്ക് വരുന്നത്. അപ്പം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നതും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നെക്കാളും കൂടുതലായിട്ട് കൃത്യമായിട്ട് അറിയാവുന്നത് അച്ഛനാണ്. അപ്പം അച്ഛൻ പറയും ഇവിടെ ഇപ്പം അച്ഛൻ നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പം ജെയ്ഡൻ വരുന്നതിന് മുന്നേ നമ്മൾ സിംഗിളായിട്ട് നമ്മൾ മാത്രം താമസിച്ചിട്ടുണ്ടപ്പോൾ ഉള്ള ചിലവും അതുപോലെ തന്നെ നമുക്കിപ്പോൾ കുഞ്ഞൊക്കെ ആയി വന്നിട്ട് ഇപ്പോഴത്തെ ചിലവും തമ്മിൽ അച്ഛനൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രം ഉള്ളെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു മാസം ഒരു 50 KD 40-50 KDക്കകത്ത് എല്ലാം കൂടെ ഗ്രോസറീസ്, ഫിഷ്, ചിക്കന് എല്ലാം കൂടെ നമ്മൾ വെക്കുന്ന മേടിച്ച് കഴിക്കുന്ന എല്ലാം കൂടെ അത്യാവശ്യം നല്ലതായിട്ട് കഴിക്കുന്നവർക്ക് അത്രയൊക്കെ 40-50 KDക്കകത്ത് അങ്ങനെ നിൽക്കും മാക്സിമം. പിന്നെ ഈ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്ന അതൊക്കെ വേറെ ഫുഡ്. പിന്നെ കുഞ്ഞിൻ്റെ ശേഷം അത് നല്ല ഡബിൾ ആവും. എന്നുവെച്ചാൽ അവൻ്റെ പൊടി ഐറ്റംസ്, പാമ്പർ, ലോഷൻസ്, സോപ്പ്, ചീപ്പ് അതിനൊക്കെ വില കൂടുതലല്ലേ. അപ്പോൾ അതിനെല്ലാം അപ്പോൾ അതൊരു 50 രൂപ കൂടെ എക്സ്ട്രാ ആവും. കുഞ്ഞിന് 50, ആദ്യത്തെ 1 വയസ്സ് 2 വയസ്സ് വരെയൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. പിന്നെ പൊടിയും പാമ്പറും ഒക്കെ പിന്നെ പൊതുവെ കുറഞ്ഞു വരുമല്ലോ. അപ്പം പിന്നെ ചിലവ് അവൻ്റെ ഇച്ചിരി കുറഞ്ഞ് കിട്ടും. ഇപ്പോൾ പൊടിക്കും പാൽപ്പൊടിക്കും പാമ്പറിനുമാണ് മെയിനായിട്ട് ഇവർക്ക് പൈസ. ഫുഡ് നമ്മുടെ ഇപ്പം ഇങ്ങനെ ജോലിക്കാരെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ നോക്കാൻ ജോലിക്കാരെയൊക്കെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് തന്നെ 150 to 180 KD വരെയൊക്കെ. അത് പാർട്ട് ടൈം ആയിട്ട് ഫുഡ് പാർട്ട് ടൈം നിൽക്കുകയാണ് 8 hours ഒരു പൈസ, 24 hours നിർത്തുന്ന ഒരു പൈസ അങ്ങനെ. അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ മാത്രം നമുക്ക് നിർത്തുന്നതിന് 60 KD per month വരും. അങ്ങനെയൊക്കെ നമുക്ക് ജോലിക്ക് പോകണം, കുഞ്ഞിന് നല്ലതാണ് ഫുഡ് വെക്കുന്ന സമയത്ത് ഫുഡ് മാത്രം 50 KD 60 KD ഫുഡ് വെച്ച് തരും. വന്നിട്ട് അവർ എപ്പോഴും നമ്മളെ സമയമനുസരിച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ വന്നിട്ട് ഫുഡ് വെച്ചിട്ട് വന്നിട്ട് പോകും. അപ്പോൾ അച്ഛൻ ഒരു ജോലിക്കാരിയുണ്ട് നമ്മുടെ വീട്ടിൽ. പിന്നെ നമ്മുടെ എക്സ്പെൻസ് എല്ലാം കൂടി എത്രയാവുമായിരിക്കും ഒരു മന്ത്? ഇപ്പം ജോലിക്കാരി മേടിയ വെച്ചാൽ ഇങ്ങനെ പാർട്ട് ടൈം ഒക്കെ വന്നാലേ ഇപ്പോൾ അവരങ്ങനെ ഫുഡൊന്നും നമ്മളൊന്നും കഴിക്കാൻ ചാൻസ് കുറവ്, അങ്ങനെ കഴിക്കത്തില്ല. അപ്പം നമുക്കുള്ള അത് ആവത്തുള്ളൂ.
പിന്നെ നമുക്കൊരു ഫുഡ് വെച്ചൊരാളുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കറക്റ്റ് ആയിരിക്കും. വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാക്കും. പക്ഷെ നമ്മൾ തന്നെ വെക്കുക ചിലപ്പോൾ മടി കാണും, ചിലപ്പോൾ വെള്ളിയാഴ്ച ഒന്നും വെക്കത്തില്ല, വ്യാഴാഴ്ച വെക്കത്തില്ല, അങ്ങനെ വ്യാഴാഴ്ച ഒന്നും വെക്കത്തില്ല, വെള്ളിയാഴ്ച അങ്ങനെയൊക്കെ പോകുമല്ലോ. ഒരാൾ മെയ്ഡുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഫുഡ് വെക്കുക, അവർ വെക്കും കറക്റ്റായിട്ട് തന്നെ. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം വെക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സാധനം മേടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ 8 hours ഒക്കെ ആണ്, അല്ലെങ്കിൽ 24 hours നിൽക്കുന്നത് നമ്മൾ അവർക്കും ഫുഡ് കഴിക്കും. അപ്പോൾ അവരുടെ ഒരാളുടെ കൂടെ ചില എക്സ്ട്രാ ആവും. അപ്പം ഒരു 100-120 കേടിയൊക്കെ ഉണ്ട് ഒരു കുഞ്ഞ് ഉൾപ്പെടെ. ഒരു ജോലിക്കുന്നവര് കുഞ്ഞ് എല്ലാം കൂടി 120 ദിനാറോളാവും നമ്മുടെ ചെലവ്, ഓൾറൗണ്ട് ചെലവുകളെല്ലാം. ഫുഡ്, ഫിഷ്, ചിക്കന്, ബാക്കി പൊടി ഐറ്റംസ് അതെല്ലാം വരും. കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം കൂടി, പാമ്പറ എല്ലാം കൂടെ. പിന്നെ എന്തെങ്കിലും ചിലപ്പോൾ പാത്രങ്ങൾ ഇടയിൽ പോകുന്നതാണ്, ചിലപ്പോൾ മിക്സി പോവും, ചിലപ്പോൾ കെറ്റിൽ പോവും, അതൊക്കെ വരും എക്സ്ട്രാ. പിന്നെ ഗ്യാസ് വരും, ഗ്യാസ് സിലിണ്ടർ എടുക്കണം. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ അത്രയും വരത്തില്ല. ഇപ്പം കുഞ്ഞൊക്കെ ഉള്ളപ്പോൾ ഡെയിലി അവൻ്റെ ബുട്ടിൽ കഴുകണം, പാത്രം കഴുകണം. ഈ കുറുക്കുണ്ട് അത് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ പാത്രങ്ങൾ ഗ്യാസിന് ചിലവ് കൂടും. പിന്നെ നമ്മുടെ ചോറിനും സമയം കൂടുതലല്ലേ, അപ്പം ഗ്യാസ് അതിന് കൂടുതലെടുക്കും. ഗ്യാസിന് ഇവിടെ കൊണ്ടുതന്നെ ഗ്യാസിന് 1.5 KD. അപ്പോൾ അത്രയും ചിലവുകൾ വരും. പിന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ആണെങ്കിലോ, സ്കൂളിൽ വെച്ച് ഫസ്റ്റ് നമ്മളിപ്പം ഡേ കെയർ തൊട്ടല്ലേ, ഡേ കെയർ ഇപ്പം 3 വയസ്സ് വരെ നമ്മൾ 3 വയസ്സ് തൊട്ട് പ്ലേ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 വയസ്സ് കഴിയുമ്പോൾ പ്ലേ സ്കൂളിൽ നിന്ന് വെച്ചൊരു 2 മണിക്കൂർ കാണത്തുള്ളൂ. 9 to 11 അല്ലെങ്കിൽ 10 to 12 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ 2 മണിക്കൂർ അവർ 35-40 KD ആണ്. അത് വീക്കിലി 5 days പ്ലേ സ്കൂൾ മാത്രം. അതിന് ആവറേജ് ഒരു 30 to 40 KD പലയിടത്തും ഓരോ ക്വാളിറ്റി അനുസരിച്ച് വരുന്നത്. പിന്നെ LKG UKG ഒക്കെ അതും ഇതുപോലെ അത് ടേം അനുസരിച്ചാണ് തോന്നുന്നത്. അതും ഓരോ സ്കൂളിൻ്റെ ഡിപ്പെൻസ് ആണ്. അത് എത്രയാണ് ഇന്ത്യൻ സ്കൂളിന്, ഇന്ത്യൻ സ്കൂള്, ബ്രിട്ടീഷ് സ്കൂൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വ്യത്യാസമുണ്ട്, ഫീസിന് വ്യത്യാസവും വരുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് ട്യൂഷന്, അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, യോഗ, അതുപോലെ തന്നെ ഡാൻസ്, പാട്ട്, അതിനൊക്കെ സെപ്പറേറ്റ് പൈസകളാവും. പിന്നീട് എന്താ വെച്ചാൽ പിന്നീട് ഉള്ള മെയിനായിട്ട് റെന്റാണ്, ഹൗസിംഗ് റെന്റ്, റൂം റെന്റിനാണ് ഏറ്റവും കൂടുതൽ. പിന്നീട് ചിലവാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടിവിയുടെ നെറ്റ്, അത് കേബിളിൻ്റെ അത് 2 AD 3 AD ഒക്കെ ഇങ്ങനെ നെറ്റിന്. പിന്നെ നമ്മുടെ ഫോൺ റീചാർജ്. ഫോൺ നമ്മളിപ്പോൾ ഒരു പെർമനന്റ് സിം യൂസ് ചെയ്യുകയാണെങ്കിൽ 5 AD ആണ്, അതിൻ്റെ 5 AD മിനിമം ചെയ്യണം. അല്ലാതെ ഇപ്പോൾ ഇവിടെ ഓഫറൊക്കെ വരുന്ന എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 1 മാസം 2 മാസം 3 മാസത്തേക്കൊക്കെ 7 AD 8 AD ഓഫർ സിമ്മിൽ വരുന്നത്. പക്ഷെ നമ്മളൊരു സിം തന്നെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാനാണെങ്കിൽ അത് മിനിമം ഒരു 5 AD ആവും ഒരു സിമ്മിന്. അപ്പോൾ ഞങ്ങൾക്ക് 2 സിമ്മ്. പിന്നീട് പിന്നെ വരുന്നത് പിന്നെ നമ്മൾ പുറത്ത് പോകുന്ന ഔട്ടിങ്, പിന്നെ എന്തെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻ നമുക്കുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻ പോകണമെങ്കിൽ അവർക്ക് മേടിച്ചോണ്ട് കൊടുക്കണം. അങ്ങനെ കുറെ ഇതൊക്കെയാണ്. പിന്നെ എക്സ്ട്രാ നമ്മുടെ ഈ ചെലവ് ഒഴിച്ച് 120 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 50 ദിനാർ ചെലവല്ല, വീട്ടു ചെലവല്ല, അല്ലാതെ എക്സ്ട്രാ വരുന്ന പൈസകളാണ്. പിന്നെ ഫുഡ് അടി, പുറത്തുനിന്നുള്ള ഹോട്ടൽ ഫുഡ്, പിന്നെ ഔട്ടിങ്, സിനിമ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോൾ നമ്മൾ പോകണം, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണം, അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ് കൊടുക്കണമെങ്കിൽ നമ്മുടെ ചെലവ്, അതൊക്കെ ഒരു എക്സ്ട്രാ ചെലവുകളാണ്. പിന്നെ ഏറ്റവും വലിയ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ചെലവ് വരുന്ന ഹോസ്പിറ്റൽ എക്സ്പെൻസസ് ആണ്. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, എപ്പോഴാണ് എങ്ങനെയാണെന്ന്. കുഞ്ഞുങ്ങളുള്ളപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ കയ്യിൽ പനി അസുഖങ്ങളും വരാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു മിനിമം ക്ലിനിക്കിൽ പോയി ഒരു കൺസൾട്ട് ഒരു പീഡിയാട്രീഷ്യനെ കാണാൻ മിനിമം 8 AD കൺസൾട്ടേഷൻ ഫീ. പ്രൈവറ്റ് ക്ലിനിക്കില് അല്ല, ഇവിടുത്തെ ഗവൺമെന്റിൽ പോകണമെന്നുണ്ടെങ്കിൽ അഹമ്മദിയിലാണത്, അതിന് 10 AD മെഡിസിനും കൺസൾട്ടേഷനും എല്ലാം കൂടെ നടക്കും, എല്ലാ കാര്യങ്ങളും. അപ്പം ഡോക്ടറെ കണ്ട് അത് എത്ര മിനിമം 8 AD. പിന്നെ ഒരു മെഡിസിൻ അനുസരിച്ച് മേടിക്കുന്ന ചെക്കപ്പോ ബ്ലഡോ യൂറിൻ അങ്ങനെ അതുണ്ട്, അതനുസരിച്ച് എല്ലാം ചാർജ് വേറെ. എങ്ങനെയാലും ഇവർക്ക് 2-3 മാസത്തിലൊരു പനി എങ്ങനെയാലും പ്രതീക്ഷിക്കണം. പിന്നെ ബേബി സിറ്റിങ്ങിലൊക്കെ പോകുന്ന പിള്ളേരാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പനി പ്രതീക്ഷിച്ചോ എന്തെങ്കിലും വരും, അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറെ നാളൊക്കെ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അമ്മമാര് തന്നെ എല്ലാ മരുന്നും അങ്ങ് കാണാതെ അങ്ങ് പഠിക്കും. നമുക്ക് തന്നെ അറിയാം ഇപ്പൊ ചുമയ്ക്ക് ഏത് മരുന്ന് കൊടുക്കണം, മൂക്കൊഴുപ്പിന് ഏത് മരുന്ന്. അവസാനം നമ്മൾ ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാ മരുന്നും കാണാം. ഒരു 1-2 വയസ്സ് വരെയൊക്കെ കുഞ്ഞുങ്ങളെ നോക്കണമെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ലതായിട്ട് നമ്മൾ നോക്കിയേ പറ്റൂ. ചിലവ് നമ്മൾ പിടിച്ച് നടക്കത്തില്ല, നമ്മൾ ഒറ്റയ്ക്കുള്ള നടക്കത്തില്ല, അതിന്റെ ഡബിളും ട്രിപ്പിളും ഒക്കെ ചിലവാകും.
കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ. അതേസമയം നമ്മൾ കുഞ്ഞുങ്ങളെ നാട്ടിൽ കൊണ്ടുവിടുന്നവരൊക്കെ ഉണ്ട്, അല്ലാതെ ഇപ്പൊ കുഞ്ഞുങ്ങളില്ലാതെ ഇങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രം താമസിക്കുന്നത്, അവർക്കൊന്നും ഈ പറയത്തൊക്കെ വലിയ ചെലവാകെ വരുന്നവർക്ക് റെന്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ മെയിൻ ചെലവ് വരുന്നത്. പിന്നെ അല്ലാതെ ബാക്കി ഫുഡും കാര്യമൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഇഷ്ടത്തിന്. അപ്പൊ നമ്മൾ നല്ലതായിട്ട് കഴിക്കുകയാണെങ്കിൽ അതനുസരിച്ച് പറയാം. ഇപ്പൊ നമുക്ക് കുബൂസും കാര്യം മാത്രമാണെങ്കിൽ കുബൂസും അതിന്റെ പൈസ ആവത്തുള്ളൂ. ഇപ്പൊ കുബൂസ് മേടിച്ച് അതിലെ 3 ചപ്പാത്തിയും ഒരു കറിയും വെച്ചിട്ട് ഒരു ചപ്പാത്തി അല്ല കുബൂസ് ആണെങ്കിൽ അതനുസരിച്ച് ചിലവാകത്തുള്ളൂ. 10-15 കടിക്കാത്ത ചിലവ് നിൽക്കും. പിന്നെ ബാച്ചിലറായിട്ട് താമസിക്കുമ്പോൾ ഒറ്റയ്ക്കൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതായിട്ട് 20-25 കടിക്കാത്ത ഒറ്റയ്ക്ക് ഇപ്പൊ 2-3 പേര് കൂടി ഷെയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിലും കുറയും. ബാച്ചിലായിട്ട് വെക്കുന്നതിന് കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കുറവായിരിക്കും. അല്ലെങ്കിൽ പിന്നെ തലേദിവസത്തെ കറി ഉണ്ടെങ്കിൽ ഒന്ന് ചപ്പാത്തിയിലൊക്കെ ബൂസ് മേടിച്ച് അങ്ങനെ ആയിരിക്കും ഓടുന്നു. പിന്നെ ചില കമ്പനികൾ ഫുഡും അക്കോമഡേഷനും കൊടുക്കുന്നുണ്ടെങ്കിൽ ആകെ നെറ്റിന്റെ ചാർജ് മാത്രമേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും പുറത്ത് പോയി വാങ്ങിച്ച് കഴിക്കുന്ന ചാർജ് മാത്രമേ വരത്തുള്ളൂ. അത് വലിയ പൈസ ഒന്നും ആവത്തില്ല. അതേസമയം നമ്മൾ ഫുഡ് വെച്ച് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു ഫുഡ് വെച്ച് കഴിക്കുന്നവർക്ക് മാക്സിമം വിചാരിച്ച 10 കടിക്ക് താഴെ ആവത്തുള്ളൂ. അതേസമയം നന്നായിട്ട് അത്യാവശ്യം ലാവിഷായിട്ട് കഴിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 30-16 അതിൽ കൂടുതലൊന്നും ആവത്തില്ല. അത്രയൊന്നും ആവത്തില്ല. 20-25 എങ്ങനെയായാലും അത് നമ്മൾ നല്ലതായിട്ട് മേടിച്ച് ഇറച്ചിയും ചിക്കനും മട്ടനും ഫിഷും ഒക്കെ ആയിട്ട് സ്ഥിരം മേടിക്കുന്നവരാണെങ്കിൽ ഇതിപ്പം ചില ബാച്ചിലേഴ്സ് ഒറ്റയ്ക്ക് ഒരു കറി വെച്ച് ഒരു ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം ഓടും. കുബൂസോ ചപ്പാത്തിയായിട്ടോ ഒരു ചിക്കനും കറി അങ്ങനെ 3 ദിവസം അത് പോകും. ഒരു മീൻ കറി വെച്ചാൽ 2-3 ദിവസം ഓടും. അല്ലെങ്കിൽ സാമ്പാർ ഒരു കറി ആയിരിക്കും, അല്ലെങ്കിൽ കടലക്കറി, ഒരു ചിക്കൻ കറി, ഒരു എന്തെങ്കിലും ഒരു കറിയും ഒരു നേരം ചോറ്, അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി, അങ്ങനെ അങ്ങ് ഓടും. പിന്നെ ഇപ്പം അല്ലാതെ വീട്ടിൽ വെക്കുന്ന പോലെ ഒരു തോരന് നോൺ വെജ് ഒരു കറി അങ്ങനെയൊന്നും വരത്തില്ലല്ലോ. പിന്നെ അത്ര മെയിനായിട്ട് വരുന്ന ചിലവ് റൂം റെന്റ്, പിന്നീട് വരുന്ന നമ്മുടെ ഗ്രോസറി ഐറ്റംസ്, പിന്നെ നമുക്ക് വരുന്ന ഫിഷ്, എക്സ്ട്രാ വരുന്ന ഫിഷ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോൺ വെജ് വാങ്ങിക്കുന്നതിന്, പിന്നീട് വരുന്ന കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ വരുന്ന ചിലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ നോക്കാൻ നിർത്തുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ചിലവുകൾ, അവരുടെ സാലറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രോസറി ഐറ്റംസിൻ്റെ ചിലവും കൂടും, കാരണം അവർക്കൂടെ ഉള്ള ചേർത്ത് വാങ്ങിക്കുമ്പോഴത്തേക്ക് കുറച്ച്. പിന്നെ നെറ്റിൻ്റെ ചാർജ്, TV-യുടെ കേബിളിൻ്റെ ഇത്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്ട്രാ പോകുന്ന ഔട്ടിങ്, പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ്, അതുപോലെ തന്നെ പിന്നെ വരുന്ന ഫങ്ഷൻസ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. പിന്നെ വരുന്ന ഹോസ്പിറ്റൽ ചിലവുകൾ, ഇതൊക്കെയാണ് എക്സ്ട്രാ വരുന്നത്. അതിപ്പം നമ്മൾ ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് താമസിക്കുമ്പോഴും ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ ഒക്കെ വ്യത്യാസമുണ്ട്. പിന്നെ വരുന്ന സ്കൂളിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലെ ഫീസ്, അവരുടെ ട്യൂഷന്, അവരുടെ കുറേ കാര്യങ്ങൾ, ബുക്സ്, പുസ്തകം, അങ്ങനെയൊക്കെ കുറേ ചിലവുകൾ, അതൊക്കെ അത്യാവശ്യം നല്ല ചിലവുകൾ തന്നെ. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ അവരുടെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചിലവുകൾ. അവർ ചേർക്കുന്നത് തന്നെ 185 ദിനാറോളം ആവും. കാരണം എൻ്റെ കൂടെ ചേർക്കുന്നവരൊക്കെ പറയുന്നുണ്ട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ചേർക്കുമ്പോൾ പറയും 185 ദിനാറോളം വരുന്നുണ്ട്. അപ്പൊ നമ്മളൊന്നും ഇന്ത്യ കമ്പയർ ചെയ്യാതെ ചെലവാക്കുക. അതാണ് ഇവിടുത്തെ റെന്റും ഒക്കെ നോക്കിയിട്ട് ഇന്ത്യ മണിയിലോട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര പൈസ നമ്മൾ ചെലവാക്കുന്നതാണ് തോന്നുന്നു. അതേസമയം ഞങ്ങളുടെ റേറ്റ് 185. ഞങ്ങൾ ഇപ്പോഴത്തെ റേറ്റ്, ഇന്നത്തെ റേറ്റ് 273. ആ റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 50,000 രൂപയോളം വരുന്നുണ്ട്. അപ്പൊ 50,000 അത്രയും രൂപ വരുമ്പോ അയ്യോ നമുക്ക് ടെൻഷൻ, അയ്യോ അത്ര രൂപ കൊടുത്താൽ നമ്മൾ ഈ റൂമിൽ നിൽക്കുന്നതെന്ന് ചിന്തിച്ചു പോകും. അതേസമയം നമ്മളെ കമ്പയർ ചെയ്യാതെ ജീവിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. ഓരോ സാധനത്തിനും എല്ലാ സാധനം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ചെലവ് ടോട്ടൽ ഒരു ഫാമിലിയുടെ ഫുൾ ചെലവ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് പൈസയാവും നാട്ടിലൊന്നും മനസ്സിലാറിയില്ല. അതന്നെ, ഒരുമിച്ച് ജീവിക്കുക, അതൊക്കെയുള്ളൂ. നമുക്ക് ഈ ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പൊ ഒരുമിച്ച് ഒരുപാട് പൈസ കാൽക്കുലേറ്റ് നമ്മൾ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് സ്ട്രെസ് ചെയ്തെടുക്കാതെ നമുക്ക് ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക. അതാണ് നമുക്ക് ആകെ ജീവിക്കാൻ ഈ ലൈഫ്, അതേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. നാളെ എന്താ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല, ദൈവത്തിനെ അറിയത്തുള്ളൂ. അപ്പോൾ മാക്സിമം കുഞ്ഞുങ്ങളായിട്ടും ഭർത്താവായിട്ടും കുടുംബമായിട്ടും ഒക്കെ ഒരുമിച്ച് സന്തോഷം. ഇപ്പൊ കുറേ പേർക്ക് സങ്കടമുണ്ട്, ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അത് നിങ്ങൾ നാട്ടിൽ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതൊക്കെയുള്ളൂ പറയാൻ. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ട്? ഇവിടെ ഇപ്പം നമ്മുടെ ബജറ്റ് അനുസരിച്ച് നമുക്കൊരു സാലറി, ഒരു ബജറ്റ് കാണും, അതനുസരിച്ച് നമുക്ക് ജീവിക്കാം. ഇപ്പം ഓരോരുത്തരുടെ ഓരോ രീതി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ജീവിക്കാം. അത് നമ്മുടെ ബജറ്റിൽ നിന്ന് നമുക്ക് അനുസരിച്ച് ജീവിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയല്ലേ
ബാക്കിയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, എല്ലാം ലൈക്ക് ചെയ്യാൻ മറക്കല്ല, എല്ലാം ലൈക്ക് ചെയ്യണം, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതൊക്കെയാണ് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ. നമുക്ക് എത്ര രൂപയാണ് സാലറി കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ ചിലവാക്കുക, ആവശ്യത്തിന് ചിലവാക്കുക, ആവശ്യത്തിന് സേവ് ചെയ്യുക, മുന്നോട്ട് പോവുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വലിയ സേവിങ് ഒന്നും ഞാൻ പറയുന്നില്ല, വലിയ സേവിങ് ഒന്നും അച്ഛൻ പറയുന്നില്ല. അപ്പോൾ ഓക്കെ, ശരി. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു, ബൈ ബൈ.